ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്ത് പഠിച്ച് അഭിഭാഷകനായ ഒരു വ്യക്തിയാണ് എനിക്കൊപ്പമുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേര് അലൻ ജോൺ ജോയ്. കോട്ടയം ജില്ലയിലെ പായിപ്പാട് സ്വദേശിയാണ്. മല്ലപ്പള്ളി ചാത്തങ്കരി റൂട്ടിൽ സർവീസ് നടത്തുന്ന പാറയ്ക്കൽ എന്ന ബസ്സിലെ കണ്ടക്ടറായിരുന്നു അലൻ. എന്താണെങ്കിലും ഈ കണ്ടക്ടർ ജോലി ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിലാഷം അദ്ദേഹം നേടിയെടുത്തിരിക്കുകയാണ്. അഡ്വക്കറ്റായി എൻറോൾ ചെയ്തിരിക്കുകയാണ്. ഈ ബസ്സിൽ ജോലിക്ക് എത്തിയിട്ട് എത്ര വർഷമായി? ബസ്സിൽ ജോലിക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു 9-10 വർഷത്തോളം അടുത്തായി. ഞാനൊരു 2016 ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വീടിനടുത്ത് സെൻറ്റ് മേരി എന്ന് പറഞ്ഞൊരു ബസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരവിടെ വണ്ടി കഴുകാൻ പോയി തുടങ്ങിയതാണ്. പിന്നെ അവിടെ തന്നെ കിളിയായിട്ട് തുടങ്ങി, പിന്നെ കണ്ടക്ടറായി, പിന്നെ ഡിഗ്രി ലൈഫിൽ മൊത്തം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞൊരു 2019-20 കാലഘട്ടത്തിലാണ് ഞാൻ ഈ പെർമിറ്റിലേക്ക് വരുന്നത്. ഇതിലിപ്പം പിന്നെ വന്നു കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി തന്നെയാണ് ഇത്രയും നാളും ഓടിക്കൊണ്ടിരുന്നത്. ഒരു 6-7 വർഷത്തോളമായി ഞാൻ പാറയ്ക്കൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ സെയിം റൂട്ടിൽ തന്നെയാണ്? ഞാൻ ഈ ഒരു 2019-20 കാലം തൊട്ട് തന്നെ മല്ലപ്പള്ളി ചാത്തങ്കേരി സെയിം റൂട്ടിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പെർമിറ്റ് തന്നെയാണ് മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. കോളേജിൽ കോഴിക്കോടാണ് പഠിച്ചത്. കോഴിക്കോട് പഠിച്ചതെങ്കിലും വീക്കെൻഡുള്ള സമയങ്ങളിലും വണ്ടിയിൽ അത്യാവശ്യം ആളില്ലാത്തപ്പോഴും അവിടെ നിന്ന് ഇവിടെ വന്ന് ഓടിക്കൊടുത്തിട്ട് തിരിച്ച് പോകുമായിരുന്നു. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു പാഷനായിരുന്നു ഇത്. അവിടെ നിന്ന് വീക്കെൻഡ് കിട്ടുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് ഓടും, സമയം ചിലവഴിക്കും. ഇവരുടെ കൂടെ അത്രയും സന്തോഷമായിരുന്നു. അത്രയും ഹാപ്പിയായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ അവരോട് ഓടാനും ജോലി ചെയ്യാനും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ അഡ്വക്കറ്റ് ആകുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അഡ്വക്കേറ്റ് ആകുക എന്നുള്ളത് പണ്ട് തൊട്ടേ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ 2019 മുതൽ 2022 വരെ ചില പ്രശ്നങ്ങളെ കാരണം നമുക്ക് ഒന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇതിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് എൻട്രൻസ് എഴുതിയതും എൻട്രൻസ് എഴുതാൻ പഠിച്ചതൊക്കെ ഇതിലിരുന്നൊക്കെ തന്നെയാണ്. അങ്ങനെ എൻട്രൻസ് എഴുതി കിട്ടി. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നത്. സ്വന്തമായി ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് പഠിച്ചത്. സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മളാരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മുടെ പൈസയ്ക്ക് തന്നെ നമ്മൾ കഷ്ടപ്പെടുന്നു, ആ കാശിനുള്ള പഠിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ വരെ നമ്മൾ എത്തിയത്. ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം തൊട്ടേ ചെറിയ രീതിയിൽ ബസ്സിൽ ജോലിക്ക് പോയി തുടങ്ങിയെന്ന് പറയുന്നു. അതും ഇതേ രീതിയിൽ തന്നെ പഠനത്തിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു? ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തും നമ്മൾ ഇതുപോലെ ബസ്സിൽ ഇടയ്ക്ക് പോകുമായിരുന്നു. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കണം, ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കും. പിന്നെ ഇപ്പോഴാണല്ലോ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ നോക്കുമായിരുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ കാര്യം മാത്രമല്ല നമ്മൾ നോക്കുന്നത്, വീട്ടിലെ കാര്യം നമ്മൾ അതേ രീതിയിൽ നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. ഈ കോഴിക്കോടാണ് LLB പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ബസ്സിൽ ഒരു ദിവസം സ്റ്റാഫ് ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് ഈ ബസ്സിൽ ജോലി ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനിവിടെ ചില ബുധനാഴ്ച ദിവസം, ചില തിങ്കളാഴ്ച ദിവസം, ചിലപ്പം രാത്രി അവിടെ നിന്ന് കയറും, രാവിലെ ഇവിടെ വരും. ആദ്യത്തെ ട്രിപ്പ് ഒരാരിലും എടുത്ത് വരും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വരെ ഓടും. വൈകുന്നേരം രാത്രിയിൽ അടുത്ത ബസ്സിന് കയറി കോഴിക്കോട് പോകും. കാരണം എനിക്ക് ഈ വണ്ടിയിലെ ആൾക്കാർ, ഈ ജോലി, ഇതൊക്കെ അത്രയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരൊരു കാര്യം പറയുമ്പോൾ ഞാനങ്ങനെ മാറി നിൽക്കാറില്ല. ഞാൻ വരും, ചെയ്തു കൊടുക്കും, പോവും. അങ്ങനെ തന്നെയാണ് ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഈ സഹപ്രവർത്തകരൊക്കെ എന്ത് പറയുന്നത്? അവരും വലിയ സന്തോഷത്തിലാണ്. ഈ ബസ്സിന്റെ മുന്നിലും പിന്നിലും ഒക്കെ താങ്കളുടെ ഫോട്ടോ പതിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് അലൻ ജോൺ ജോയ്ക്ക് ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അവരും കാത്തിരുന്നൊരു ദിവസം പോലെ ആയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ഞാൻ ജനുവരി 11 തീയതിയാണ് എൻറോൾമെൻറ്റ് കഴിഞ്ഞത്. എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ആ ഒരു നിമിഷത്തിൽ. ഈ എൻറോൾമെൻറ്റ് ചടങ്ങിൽ ഇവരും പങ്കെടുത്തു? ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായി. അന്ന് സത്യം പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ സർവീസ് നിർത്തി വെച്ചിട്ട് ഇവരെല്ലാവരും കൂടെ ആണ് എറണാകുളത്തേക്ക് വന്നത് എന്നെ കാണാൻ വേണ്ടി. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവരെല്ലാവരും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതിൽ. അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ? എങ്ങനെയാണ് ഫ്യൂച്ചർ? ഇപ്പം ഞാൻ ജനുവരി 1 തീയതി തൊട്ട് മാമൻ മത്തായി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ദീപക് മാമൻ സാറിൻ്റെ ജൂനിയറായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ആ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാര്യങ്ങളിപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ ബസ്സിൻ്റെ ഉടമ അദ്ദേഹവും താങ്കളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവനക്കാരൻ പഠിച്ച് അഡ്വക്കേറ്റ് ആകുക എന്നുള്ളത്, അല്ലേ? അതുതന്നെ. ഈ നിമിഷം നമുക്ക് മറക്കാനാവാത്തൊരു വ്യക്തി ഷായണ്ണും കൂടാണ്. കാരണം ഞാൻ എന്ന് വന്നാലും, ഇപ്പം ഇന്ന് വൈകിട്ട് വന്നിട്ട് നാളെ പണി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഏതെങ്കിലും വണ്ടി പോയി കയറിക്കോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കണ്ടാൽ നീ വന്ന് കയറിക്കോ, അല്ലെ ഓടിക്കോ, എന്നിട്ടാണ് എനിക്ക് അത്രയും സപ്പോർട്ടായിരുന്നു. അപ്പം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയോടാണ് ഞങ്ങളുടെ മുതലാളി എന്ന് പറയുന്നത്. വലിയൊരു സന്തോഷത്തിലാണ്. ഇഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അതെ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ട് തന്നെ പാഷനും പ്രൊഫഷനും ഒരുപോലെ നിറവേറ്റാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കോഴിക്കോട്ട് നിന്നാന്ന് പറഞ്ഞാലും അവധിയെടുത്ത് ഞങ്ങൾക്ക് പകരം വരികയും ചെയ്യും. എന്താവശ്യം ഉണ്ടെങ്കിലും ലീവിന് ആരെങ്കിലും ഇറങ്ങി അന്നേരം തന്നെ അവനെ വിളിച്ചാൽ അന്നേരം സ്പോട്ടിൽ വരും. ഒരു ദിവസത്തേക്കിന് വിളിച്ചാലും ഓടിയെത്തും. അപ്പം നമ്മൾ സന്ധ്യയാകുമ്പം പറയും, അവൻ അന്നേരം തന്നെ ട്രെയിൻ കയറി രാവിലെ ഇവിടെ വരും. 5:45 വണ്ടി എടുക്കുന്നത്. ആ സമയത്ത് അവനൊന്നുണ്ട് ഇവിടെ. ഈ എൻറോൾമെൻറ്റ് ചടങ്ങിൽ എറണാകുളത്ത് ഹൈക്കോടതിയിലേക്ക് നിങ്ങളെല്ലാം പോയിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളവിടെ പോയിട്ട്. ഇവൻ്റെ ഇത് കണ്ടപ്പം, ആ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. പറഞ്ഞാൽ തീരാത്ത സന്തോഷമാണ്. നിങ്ങൾ വണ്ടി സർവീസ് മുടക്കിയിട്ടാണെന്ന് പോയത്? സർവീസ് മുടക്കിയിട്ടാണ്. ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങളുടെ ഓണറോട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വരത്തില്ല, അവൻ ആ കോട്ടിട്ട് കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളൊരു 6 പേര് ജോലിക്കാരും, ജോലിക്കാരൻ്റെ ഒരു മോനും,
പോയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പോൾ. കഴിഞ്ഞ 1-ാം തീയതി മുതൽ അവൻ കയറിയെന്ന് പറഞ്ഞപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും നാളും നല്ല രീതിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഓടി വരികയും എല്ലാത്തിനും മുമ്പിൽ നിന്നാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം അവനൊരു ഇത് കിട്ടിയത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അവൻ്റെ ബുദ്ധിമുട്ട് കാലഘട്ടങ്ങളിലും അവൻ വണ്ടിയെ കണ്ടക്ടറായിട്ട് ഡ്യൂട്ടി ചെയ്ത് പഠിത്തത്തെ മുന്നോട്ട് ഒരു ലക്ഷ്യമാക്കി കണ്ട് മുന്നോട്ട് പോയി ഒരു വക്കീലാകാനാണ്. അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ മാനേജ്മെൻറ്റിനും അതിൻ്റെ അകത്തെ തൊഴിലാളികളായ രമേശ് ചേട്ടൻ അവർക്കൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ തീരത്തില്ല. കാരണം അവനൊരു ലീവിന് വരുമ്പോഴത്തേക്ക് തന്നെ അവന് വേണ്ടി അവർ ഇറങ്ങി നിന്ന് കൊടുക്കുകയാണ്. എന്നിട്ടാണ് അവൻ വണ്ടിയെ വരുന്നത്. അവൻ കഷ്ടപ്പെട്ട് ഇതുവരെയായി അവൻ്റെ ലക്ഷ്യത്തിലാണ് എത്തി. കഴിഞ്ഞ 7 വർഷക്കാലത്തോളം ഈ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്ത അലൻ അഭിഭാഷകനാകുക എന്ന തൻ്റെ സ്വപ്നം നേടിയെടുക്കുകയായിരുന്നു. കണ്ടക്ടർ അലൻ ഇനി അഡ്വക്കേറ്റ് അലൻ ജോൺ ജോയ്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.